വെള്ളേ നല്ല കിടുക്കാച്ചി മാങ്ങ. ഇതൊരു മണം. കടയിലൊക്കെ ഭയങ്കര വില. ഇതാണ് നിന്ന് പഴുക്കണതിൻ്റെയും കടയിൽ നിന്ന് വാങ്ങണതിൻ്റെയും പ്രത്യേകത. ഇന്ന് വരുത്തപ്പോ എന്ത് മാത്രം നല്ല കളറ്. ഇതൊരു മണം. ഇല്ല അതെ ഈ മാവിൽ വീഴുന്നത്. ഈ മാവിൽ ഇവിടെ കിടന്നതാ? നോക്ക് എന്ത് ഭംഗിയത് കാണാൻ. ഇവിടെ മറ്റേ രഘുവണൻ ദീപൊക്കെ മൂത്രമൊഴിക്കണ സ്ഥലം. അത് കുഴപ്പമില്ല, കഴിവുമ്പോ മാറും. അസുഖം ആശുപത്രി കേസുകളൊക്കെ അറിയാമോ? പ്രകൃതി രമണീയമായ സാധനം. പ്രകൃതി രമണീയ സാധനം നീ തിന്നരുതെന്നല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ ശരി, അത് അവന്മാരെ കാര വിട്ട് പഴിപ്പിച്ച് കൊണ്ടുവരണം പറയാം. കൊച്ചു പിള്ളേർ വലിയ എടുക്കില്ലല്ലോ ഇതുവഴി കളിച്ചോണ്ടിരുന്നാ പോലും. ഇവിടെ ഈ ചെറുക്ക ഇത് അയ്യോന്ന് ഇതിനകത്ത് പുഴുവും കാര്യങ്ങളും. ഈ ദിവസം മുമ്പ് രണ്ട് ദിവസം ഞാൻ ഇതുവഴി നടന്നു വന്നു. ഇതുപോലെ സംഗതി ഇവിടെ കിടന്നൊരു മാമ്പഴം ഞാൻ എടുത്തോട്ട് വീട്ടിൽ കൊണ്ട് അവളോട് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിച്ചത് ലാഭത്തിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുകൊടുത്തു. എവള് പിള്ളേരെല്ലാരും വിളിച്ച് കൂട്ടി കൊണ്ടിരുത്തി എല്ലാം ചെത്തി പറയി കൊടുത്തു. എത്തിപ്പെടുത്തി എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് സംഭവമൊക്കെ ഈ കനം ഒക്കെ ഉള്ള പുഴുക്കളിനകത്ത്. അവളാണെങ്കിൽ ഞാൻ കടയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരനെ ഞാൻ പ്രാവാനിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ വേണമെങ്കിൽ കൊണ്ടുപോ. അത്രയ്ക്ക് മോശം ഇത്. നീ കൊണ്ടുപോടെ, സൂപ്പർ സാധനം കേട്ടോ. നീ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. നീ കൊണ്ടുപോടാ, ഞാൻ ചുമ്മാ നീ കൊണ്ടുപോടാ. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞേ നീ കൊണ്ടുപോടാ. വേണ്ട വേണ്ട കൊണ്ടുപോടാ, നല്ലടാ, നല്ല സൂപ്പർ സാധനം. ഇങ്ങനെ നല്ലൊരു പാമ്പഴായിരുന്നു. ഇതിൽ നല്ല പുഴുവായി പോയി. നീ എന്താ ഇവിടെ തപ്പണത്? എന്റെ പൊന്നളിയാ, ഒരു യോഗമില്ലാത്ത എലിയായി പോയത്. യോഗമില്ലാത്ത എലിയാ? അതെന്താ എലിയടാ? എടേ, വീട്ടിലൊരു എലി കിടക്കും. എന്റെ പിള്ളേരെ സ്നാക്സ്, ഞാൻ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ, അരി എല്ലാം അത് വന്ന് കറണ്ട് ഇട്ടിടും. എന്റെ നിക്കറിന്റെ അടുത്ത് കറണ്ട് വെച്ചാൽ എങ്ങനെ ഇരുന്ന് പോണ്ടല്ലേ. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഒരു മാങ്ങാപ്പഴം വാങ്ങിച്ചോണ്ടോ, അവന്റെ കയ്യിൽ കുറച്ച് വിഷം ഇരിക്കണം, അത് സിറിഞ്ച് വഴി അത് കയറ്റിത്തരാണ്. ഞാൻ മാമ്പഴം വാങ്ങിച്ചുകൊണ്ട് പോയി സിറിഞ്ചിൽ കയറ്റി കൊടുത്ത് അവ എനിക്ക് അത് അടിച്ച് കയറ്റി തരുന്നത്. തിരിച്ചു കൊണ്ടുവന്ന് ഇതുണ്ടല്ലേ, അവർ പൊത്ത് സംഭവം കാണാനില്ല. അത് നോക്കി വന്നത് നീ കണ്ടാലേ. ദൈവം മനുഷ്യരൂപത്തിൽ വരണമെന്ന് പറഞ്ഞത് ചുമ്മാ അല്ലടേ. ഞാൻ ഇന്ന് കണ്ട്. ഇന്ന് രമേശൻ വരാതിരുന്നെങ്കിൽ എന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. രമേശനാ? നമ്മളെ രമേശൻ വരായിരുന്നെങ്കിൽ തറയിൽ ഒരു മാമ്പഴം കിടന്നു. അപ്പൊ ഞാൻ അതെടുത്ത് തിന്നാന്ന് പറഞ്ഞപ്പോ മാമ്പഴം അതിനകത്ത് മൊത്തം പുഴുവാണ്. ശരി, മാവിന്റെ വീട്ടിൽ നിന്ന് നടക്കുന്നതിൽ ഉണ്ടല്ലോ. പക്ഷെ എന്റെ ഒരു പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ തറയിൽ കിടക്കുന്ന ഒരു മാമ്പഴം എടുത്ത് കഴിക്കരുത്. കാരണം അത് പാമ്പ് കൊത്തതാവാം. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും അവൻ പോയിരിക്കും അവിടുന്ന്. അവൻ കളയാൻ പറഞ്ഞ് ഞാൻ കളയും ചെയ്തു ഭാഗ്യത്തിന് കേട്ടാ. അത് കാരണം അവിടെ എന്തിനാ ചാരിയിരിക്കുന്നത്? രമേശ സൂപ്പർ മാങ്ങ ഒരാളില്ല. ഞാൻ വിചാരിച്ചു നിറയെ പുഴുവാണോ. നീ ചുമ്മാ പറ്റിപ്പോണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മുടിഞ്ഞ ടേശം പിന്നെ കള്ളേ വലിച്ചു. നീ ആ മാങ്ങ ഇത് തന്നെയാണ് മാങ്ങ. അതോണ്ടേ പിന്നെ അടയാളത്തിന് വേണ്ടി ഈർക്കിൽ കുത്തി വെച്ചിട്ട് കണ്ടാ. ഇത് തന്നെ ഇത് ഞാൻ കഴിച്ചടാ. എന്താടാ പറയണേ? നീ ഒരു കാര്യം ചെയ്യ്. 108 നമ്പർ ഉണ്ടോ? 108 നമ്പരാ? 108 നമ്പർ. അതിൽ 108 എന്ന് പറയണേ. എടാ പ്രാന്ത, ഇത് എന്റെ വീട്ടിലെ എലിയെ കൊള്ളാൻ വേണ്ടി ഞാൻ വിഷം വെച്ചോണ്ടു എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. അത് പറഞ്ഞ വഴിക്ക് വണ്ടി നിന്ന് കളഞ്ഞു പോയി. അത് കാണാനില്ലായിരുന്നു. നീ ഇതിനെടുത്ത് കയറ്റിയാ? എലിക്ക് വിഷം വെച്ചോണ്ട് വന്നു. ഇതാ പിന്നെ ഇതിൽ വിഷം വെച്ചിരുന്നു. എന്നിട്ട് ചെയ്തെന്നാ ഇപ്പൊ 108 വിളിച്ചോണ്ട് വരും. എന്നിട്ട് നിന്നെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് വയറിങ് കഴുകും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കാൻ 108 പെട്ടെന്ന് ആ വാങ്ങിയാടാ. നിനക്കെന്താ വയ്യടാ? പിന്നെ നീ അതിനെ വെച്ച് കഴിക്കണടാ. എന്തായാലും ആശുപത്രി കൊണ്ടുപോകും. വയറും കഴിവും ബാക്കി ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. പക്ഷെ അതിലും കുഴപ്പമില്ലടാ. ഇത് മുടിഞ്ഞ ടേസ്റ്റടാ. അപ്പോ നല്ല ടേസ്റ്റടാ. നിനക്ക് പ്രാന്ത.